എപ്പിസോഡ് നടക്കുന്നത് നമ്മൾ കാണുന്നത് പപ്പ ടീമിൻ്റെ എക്സ് ക്യാപ്റ്റനും പിന്നെ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു മാജിക്കൽ നൈറ്റിനെ ആയിരിക്കും. അങ്ങനെ മാജിക്കൽ നൈറ്റ് പറയും, നിൻ്റെ ഈ ട്രാൻസ്പോർട്ടേഷൻ മാജിക്കിലായിരുന്നെങ്കിൽ നമ്മൾ എന്ന് ചത്തേനെ എന്ന് പറയുന്നത്. അതിന് അവിടെ പപ്പ ടീമിൻ്റെ എക്സ് ക്യാപ്റ്റൻ പറയും, അത് ശരിയാ, പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ നീങ്ങിയില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും മരിക്കും, കാരണം എൻ്റെ മാന തീർന്നുകൊണ്ടിരിക്കുക എന്ന് പറയും. അങ്ങനെ അതിന് ശേഷം നമ്മളെ കാണിക്കുന്നത് ക്യാപ്റ്റൻ യാമയായിരിക്കും. യാമയാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ ഷാർലറ്റോ ഇല്ലെങ്കിൽ റോസിനോടോ താങ്ക്സ് പറയുമായിരിക്കും, കാരണം ആ കൈ ശരിയാക്കി കൊടുത്തതിന്. അങ്ങനെ അതിന് ശേഷം നമ്മളെ ഹെറോസ് പറയും, നമ്മുടെ ലിച്ച് യൂസ് ചെയ്ത സ്പെല്ലുണ്ടല്ലോ നല്ല പവർഫുള്ളായിട്ടൊരു സ്പെല്ലായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആ ഡീമൺ അതുകൊണ്ട് ചത്ത് കാണുമോയെന്ന്, അതിപ്പോഴും ലൈവായിട്ടിരിപ്പുണ്ടാവും എന്ന് പറയും. അങ്ങനെ അതിന് ശേഷം നമ്മൾ കാണിക്കുന്ന ആസ്ഥയായിരിക്കും. ആസ്ഥയുടെ സൂട്ടിൽ നിന്ന് ഒരു വലിയൊരു എമൗണ്ട് ഓഫ് ആൻറ്റി മാജിക് പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് സാർ കിങ് ചോദിക്കും, ഇവൻ്റെ കയ്യിൽ എന്താ നമ്മുടെ ലിച്ചിന് കുമാറിനും സോഡും ഇരിക്കുന്നത്. അതിന് നമ്മുടെ ന്യൂറോ പറയും, ഇവനാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ലിച്ചിൻ്റെ രണ്ടാമത്തെ ഗുമവാറിൻ്റെ യൂസർ എന്ന് പറയും. അങ്ങനെ അതിനുശേഷം ആസ്തയ്ക്ക് മാജിക് പവർ തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് നേരെ നമ്മുടെ ഡബിളിൻ്റെ നേരെ പോകും. എന്നിട്ട് ആ ഡബിൾ ചോദിക്കും, നിനക്ക് എൻ്റെ സോഡുകളും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ചെറുക്ക എന്ന് പറഞ്ഞിട്ട് നേരെ ആസ്തയും ആ ഡബിളും ഏറ്റുമുട്ടും. പക്ഷേ ഈ തവണ ആ ഡബിളിൻ്റെ സ്പിയർ വെട്ടി നമ്മുടെ ആസ്ത പോകും. ആട്ട് പറയും, ഇത് നേരത്തേക്കാട്ടി പവർഫുള്ളായല്ലോ, എന്ത് ഈ ചെറുക്കിന് പറ്റുന്നേ എന്ന്. അതിനുശേഷം നമ്മളെ കാണിക്കുന്ന നമ്മുടെ ക്യാപ്റ്റൻ റിപ്പറാണ് നമ്മുടെ ഫനെ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും. പെട്ടെന്നായിരിക്കും നമ്മുടെ നോസലും പിന്നെ നമ്മൾ മൊമോസയും കൂടെ വരുന്ന കാണുന്നത്. അവരുടെ പുറകിനാണെങ്കിൽ വേറെ എന്തോ തരം സാധനങ്ങളും. ഇത് കണ്ട് നമ്മുടെ നോസൽ പറയും, ഇത് വേറൊരു ഡയമെൻഷനിൽ നിന്നുള്ള സാധനമാണ്, ഇവരെ നമുക്ക് ഡിവീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ സേഫ്റ്റിയിലേക്ക് മാറാൻ പറയും. എന്നിട്ട് നിലത്തുനിന്നാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സിസ് വന്നിട്ട് പറയും, അവനെ മാനസോൺ യൂസ് ചെയ്ത് അതിനെ എല്ലാത്തെ അറ്റാക്കിയിട്ട് പറയും, ഓ എനിക്കറിയത്തില്ല ഇങ്ങനത്തെ ഒരു സാധനം ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുമെന്ന കാര്യം. അങ്ങനെ അതിന് ശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ചാമിയും പിന്നെ റീരയായിരിക്കും. നമ്മുടെ ചാമിയാണെങ്കിൽ റീരയെ ഡിഫീറ്റ് ചെയ്തിട്ട് അവനെ എടുത്തുകൊണ്ട് സേഫ്റ്റിയിലേക്ക് പോവായിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ഫലമേറിയൻ അവിടെ വന്നിട്ട് അവരെ എടുക്കുന്നത്. അങ്ങനെ അതിന് ശേഷം നമ്മുടെ വിസാർഡ് കിങ്ങും പിന്നെ നമ്മുടെ ലിച്ചോടെ ഒരുമിച്ച് നിന്ന് ഇപ്പം ഹ്യൂമൻസിൻ്റെയും പിന്നെ എൽഫ്സിൻ്റെയും ആയിട്ടുള്ള രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേർന്ന് ശക്തി വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് ആ ശക്തി റിലീസ് ചെയ്ത് ആ ഡീമണിനെ കൊല്ലാൻ വേണ്ടി. അങ്ങനെ ഇപ്പം നമ്മുടെ റേവ പറയും, എനിക്ക് നമ്മുടെ ലിച്ച് കാണണം, അവിടെ നടക്കുന്നതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഫസ്റ്റ് വിസാർഡ് കിങ് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ആസ്തയും യൂണവും വീണ്ടും ആ ഒരു ഡെവിളിനെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകും. അപ്പോഴായിരിക്കും നമ്മളെ യാമയെ കാണിക്കുന്നത്. യാമ പറയും, ഷൗലറ്റ്, എനിക്കെൻ്റെ കീ വെച്ച് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല ആ ഡെവിളിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന്, എനിക്ക് സഹായം ചെയ്യാമോ, നീ ആ ഡെവിളിൻ്റെ ലൊക്കേഷൻ എനിക്ക് കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു തരാമോ എന്ന് പറയും. അതിന് നമ്മുടെ ഷാർലറ്റ് പറയും, നീ എന്നോട് പറയില്ല, നീ ഇവിടെ നിന്ന് അങ്ങ് നിൽക്കുന്ന ആ ഡെവിളിനെ നീ അടിച്ചിടാൻ പോവാന്ന്. അതിന്
അതിന് യാമി പറയും അത് പിന്നെ ഇതൊന്ന് യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. എൻ്റെ പൊന്നോ, ഇയാളെ കൊണ്ട് ഞാൻ തോറ്റ്. ശരി, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറയാം. നമ്മുടെ ഷാർലറ്റ് യാമിക്ക് കറക്റ്റായിട്ട് ആ ഡീമൺ ലൊക്കേഷൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരിക്കും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ അഞ്ഞൂറ് പറയാൻ തുടങ്ങും, ആസ്ത ഞാൻ നിനക്ക് അകുമാരി കിട്ടിയ ദിവസം തൊട്ട് കാണാൻ തുടങ്ങിയതാ. ആദ്യം ഞാൻ വിചാരിച്ചു നീ ഒരു കഴിവില്ലാത്തവനാണ്. പക്ഷെ ഓരോ ദിവസവും നിന്നിൽ നിന്ന് ഞാൻ ഓരോ പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു. ഓരോ ദിവസം കഴിയുന്നതോറും നിൻ്റെ മുമ്പിലുള്ള ടാസ്കുകൾ ഹാർഡായി തന്നെ വന്നുകൊണ്ടിരുന്നു. പക്ഷെ അന്നേരം നീ ഒരിക്കലും തോറ്റെടുക്കത്തില്ല എന്നുള്ള നിൻ്റെ ഈ മൈൻഡ് സെറ്റ്, ആ ഒറ്റൊരു കാര്യമാണ് ആസ്ത എനിക്ക് നിന്നെ ഇനിയും വിശ്വസിക്കാൻ തോന്നിയത്. എനിക്ക് ഉറപ്പാസ്ത നിന്നെക്കൊണ്ട് ഇത് കഴിയും. അതുകൊണ്ട് പോയി അവനെ കൊല്ല്. ഇത് നിന്നെക്കൊണ്ട് അല്ലെങ്കിൽ വേറെ ആരെയും കൊണ്ടും പറ്റത്തില്ല. ആസ്ത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നൂറയും ആസ്തയും ഒന്നുകൂടെ പവറാക്കി വിടും. അത്രയുള്ള ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ്. അപ്പോൾ നിങ്ങളെല്ലാം പലരും കമൻറ്റുകൾ ഞാൻ വായിച്ച് നല്ല രീതിയിൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് 2 ദിവസം ചെറിയൊരു ബ്രേക്ക് എടുത്തതേ ഉള്ളൂ. ആ സമയം കൊണ്ട് 4 എപ്പിസോഡിൽ കയറി വന്നു പോയി. ആ 4 എപ്പിസോഡിൻ്റെ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി ഒരു രാത്രി ഫുൾ ഇരിക്കേണ്ട വന്നു. അതുകൊണ്ട് ഒരു സീനുമില്ല. ഇപ്പം 3 എപ്പിസോഡ് ഇട്ടു. അടുത്ത എപ്പിസോഡ് ഇട്ട് ഞാൻ സെറ്റാക്കിയേക്കാം. അപ്പോൾ ആ ഒരു എപ്പിസോഡിൻ്റെ ഗ്യാപ്പ് ഒന്ന് ഫില്ലായി കിട്ടും. പിന്നെ ഇനി അങ്ങോട്ട് ഞാൻ മെയിനായിട്ട് ബ്ലാക്ക് ക്ലോവർ തന്നെ ഫോക്കസ് ചെയ്ത് വരാൻ പോവാം. പിന്നെ ബാക്കിയുള്ള അനിമ അതിൻ്റെ കൂടെ തന്നെ ചെയ്യാം എന്ന് പറയുന്നു പോരെ. അപ്പോൾ വീണ്ടും പറയുന്നു, വീഡിയോ ഇഷ്ടപ്പെടുക എല്ലാം കൂടെ മറക്കാൻ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്തുക. ആൻഡ് നമുക്കറിയാമല്ലോ 10K ആണ്. സോ എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ നല്ലോണം ക്ഷീണിച്ചു. സോ ബൈ ബൈ. It's me, your explainer, signing out.